കലാലയ രാഷ്ട്രീയം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് വേണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? കലാലയത്തിൽ പഠിക്കാനല്ലോ അപ്പൊ പഠിച്ചാ പോരെ. പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല യൂസ്ഫുൾ ആവില്ലേ? പൊളിറ്റിക്സ് വെച്ചിട്ടായാലും ഇപ്പൊ എന്തെങ്കിലും. ഇപ്പം ചേട്ടൻ രാഷ്ട്രീയക്കാരനാണോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല. അല്ല. അപ്പൊ നമ്മള് ജോലിക്ക് വിട്ടല്ലേ. പക്ഷെ അത് രാഷ്ട്രീയം ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഐ മീൻ അവർക്ക് പൊളിറ്റിക്സ് വേണം, ഒരു നേതാവ് ആവണം എന്നൊക്കെ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഓരോ താല്പര്യമുള്ളവർ ചായയുണ്ട്, ഓരോ രാഷ്ട്രീയത്തിനോട് ചായയുണ്ട്. പക്ഷെ കലാലയ രാഷ്ട്രീയത്തോട് ഞാൻ അധികം യോജിക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് തമ്മിൽ തല്ലുന്നത്? ഏതൊരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും തമ്മിൽ തല്ലല്ലേ. കോളേജില് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനു വേണ്ടി സമരം ചെയ്യാൻ. അതൊരു പാർട്ടി വേണമെന്നുണ്ടോ? ഒരു രാഷ്ട്രീയത്തിന്റെ കോളേജിൽ പാർട്ടി അനിവാര്യമായിട്ടുള്ള കോളേജുകൾ അങ്ങനെയല്ല. ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നില്ല. ഈ ജനങ്ങളെല്ലാം ഇപ്പം ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നപ്പോഴത്തേക്കിനും പാർട്ടിക്കാരാണ് അല്ലെ, എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ടല്ലേ അത് ചെയ്തത് അല്ലേ? കൊല്ലത്തു നിന്നുള്ള വള്ളക്കാരും അതിന്റെ അകത്ത് പല പല രാഷ്ട്രീയക്കാരുണ്ട്, പല പല മതക്കാരുണ്ട്. നന്നായിട്ട് വിജയിച്ചില്ലേ? കോവിഡ് വന്നപ്പോഴോ കോളേജിൽ. അപ്പം അത് ഞാൻ അതാ പറഞ്ഞത്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ. അപ്പൊ അതേപോലെ രാഷ്ട്രീയം വേണമെന്നില്ല. എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പൊരുതി കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അത് രാഷ്ട്രീയമൊന്നും വേണ്ട. എല്ലാരും കൂടെ ഉള്ള ഒരു ഒത്തു കൂട്ടായ്മ, അത് ഉറപ്പായ ഒരു മനസ്സും ഒരേ രീതിയിൽ പോകുന്നൊരു കൂട്ടത്തെ കിട്ടിയാൽ ലീഡർഷിപ്പ് വേണം. ഇന്ന ഇപ്പൊ പാർട്ടി എന്ന് പറഞ്ഞപ്പോ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഇതിലുള്ളതാണ് ഈ ഒരുപാട് പാർട്ടീസ് ഉണ്ട് നമുക്ക്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന പാർട്ടി അവരുണ്ട്. പക്ഷെ അവര് പറഞ്ഞ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെടുമ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ? അതല്ല ഞാൻ പറഞ്ഞ, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ രാഷ്ട്രീയം പറയാതെ എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു കാര്യം ചെയ്യണം, അത് നടപ്പിലാക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? രാഷ്ട്രീയം വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ അഭിപ്രായം കേട്ടോ. ഇപ്പം പഴയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, മനസ്സിലായി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും കൊടി പിടിക്കാൻ ആ കാര്യത്തിന് വരുന്നുണ്ടോ? ഇല്ല. തല്ലുകൊള്ളുന്നതൊക്കെ ആണികളെ മക്കളല്ലേ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ന്യായം, കറക്റ്റ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കോവിഡും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ആരും രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നിട്ടാണ് അത് ചേർത്ത് നിർത്തിയത്. അപ്പൊ അതേപോലെ തന്നെ ഒരു കോളേജിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയം വേണ്ട. എല്ലാ കൂട്ടുകാരും സ്നേഹബന്ധത്തിന്റെ അത്ര ഒരു രാഷ്ട്രീയം വരത്തില്ല അല്ലേ? ശരിയല്ലേ?